നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തുപറ്റി? ഒരു മൂഡ് ഓഫ്? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്രേയ വീണ്ടും എന്തെങ്കിലും ഒപ്പിച്ചോ? അതേ കകുതി, വലിയ പ്രോബ്ലം അവളെ കൊണ്ട്. ശ്രേയ എന്താ പറഞ്ഞേ? എന്നോട് നേരിട്ടൊന്നും പറഞ്ഞില്ല. അമ്മയോട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അമ്മായിയോടോ? അതെ, എന്റെ ടേബിളിന്റെ മുന്നിലെ ചെയറിലിരുന്ന് കാലിമേ കാലി കയറ്റി വെച്ച് എന്നെ കേൾപ്പിക്കാനായിട്ട് സംസാരിച്ചോണ്ടിരുന്നു. എന്ത് സംസാരിച്ചു? അച്ഛൻ തറവാട്ടമ്പലത്തില് കല്യാണ ലെറ്റർ പൂജിക്കാനായിട്ട് വരില്ല എന്ന് പറഞ്ഞല്ലോ. എന്റെ മുന്നിലിരുന്ന് വാശിയോടെ പറയുക അച്ഛൻ അവിടെ വരുത്തൂന്നു. അവളുടെ അഹങ്കാരം കാണുമായിരുന്നു. അവളിരിക്കുന്ന ചെയറിൽ ഒരു ഒറ്റ ചവിട്ട് കൊടുക്കാൻ എനിക്ക് തോന്നിയത്. വിട്ടുകളാക്കുച്ചേട്ടാ, ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നടിച്ചാ മതി. ബാലമാമൻ എന്തായാലും ഈ കല്യാണം നടത്തി കൊടുക്കാൻ പോകുന്നില്ല. ചുമ്മാ ടെൻഷനായി മനസ്സ് ശരീരം തളർത്തണ്ട. അവൾ അഹങ്കാരത്തോടെ ഓരോന്ന് പറയുമ്പോ അത് ചുമ്മാ കേട്ടിരിക്കാനാണോ നീ പറയുന്നത്? അതെ, നടക്കാത്ത കാര്യങ്ങൾക്ക് ശ്രേയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിന്റെ പിന്നാലെ പോയി ഗുസ്തി പിടിക്കണ്ട. എന്ത് ഈ ആലോചിക്കുന്നേ? വാ കഴിക്കാനെടുക്കാം. വാ കുച്ചേട്ടാ. അയാള് വന്ന അപ്പ തന്നെ കാര്യം പറഞ്ഞോണം. രണ്ടിലൊന്നും ഇന്ന് തീരുമാനിച്ചേ പറ്റൂ. ശരി, അയാള് വരുന്നുണ്ടോ നോക്കട്ടെ. അയാള് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. അച്ഛാ, വാ കഴിക്കാം. കഴിക്കാം. ആകാശം ചാരുമ്പോഴും കൂടി വരട്ടെ. അച്ഛാ, വാ കഴിക്കാം മക്കളെ. അമ്മേ, അമ്മേ, എന്താടാ? തറവാട്ടമ്പലത്തിൽ എന്റെ കല്യാണക്കത്ത് പൂജിക്കാൻ ഇവിടെ ആര് വന്നാലും വന്നില്ലെങ്കിലും ശ്രേയമായിട്ടുള്ള എന്റെ കല്യാണം നടക്കും. ചുമ്മാ കണ്ടവന്മാരെയൊക്കെ വിളിച്ച് നമ്മള് കാത്തിരിക്കണ ആരൊന്നുമില്ലല്ലോ. നമുക്ക് അമ്പലത്തിൽ പോയി പൂജ നടത്താം. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ ഒരു കുടുംബം ഉള്ളപ്പോ നമ്മള് മാത്രം പോകുന്നത് ശരിയല്ലല്ലോ. കുടുംബം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഒരു ഉപകാരമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? മൂത്ത മകന്റെ ഒരു കാര്യവും നോക്കാത്ത ഒരു കുടുംബം. നാളെ ഇങ്ങേർക്ക് എന്തെങ്കിലും പറ്റിയ ഞാനും കൂടെ അല്ലേ നോക്കണ്ടേ? പിന്നെ ഇങ്ങനെ കാറ്റം കാണാൻ പോയാൽ ഞാനല്ലേ കർമ്മം ചെയ്യാം. സ്വന്തം അച്ഛനെ പറ്റി സംസാരിക്കുന്ന വാക്കാണ്. സംസാരിക്കുമ്പോ സൂക്ഷിക്കണം. അനിയ, എന്തിനാ നിന്റെ ചോര ഇളക്കുന്നേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? നീ ആകാശേ, അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നാണമില്ലാത്തവനാ. ഒരു പണിക്കും പോവാതെ തിന്നാൻ നേരാകുമ്പോ കയ്യും കഴിയുമെന്നങ്ങിരിക്കും. ഇടാനുള്ള ഷർട്ട് പോലും വാങ്ങണമെങ്കിൽ കൈ നീട്ടണം. അപ്പോഴാ കല്യാണം കഴിക്കാൻ പോകും. ബ്രോ വേണ്ട, അച്ഛന് നേരെ കൈ ചൂണ്ടാൻ നീ ആയിട്ടില്ല. ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ജനിച്ചവരിക്കാൻ മരിക്കണം, അതൊരു പ്രപഞ്ച സത്യമോ? ഇയാളെ മാത്രം ചിരഞ്ജീവിയായിട്ട് ജീവിക്കാൻ പോകണം. ഞാൻ നിന്നോട് പറഞ്ഞു അച്ഛനെ പറ്റി ആവശ്യമില്ലാത്ത സംസാരിക്കരുത്. നിനക്ക് മനസ്സിലാവില്ല. വിട്ടുകളാകാശേ, ഒരു വായില്ല കോടാലിയവൻ. അതിന്റെ കോംപ്ലക്സാ. എനിക്കങ്ങനെ വിടാൻ പറ്റില്ല അച്ഛാ. വേണ്ട അക്കുച്ചേട്ടാ, സ്വന്തം കുടുംബത്തിലുള്ളവരുടെ ജീവൻ പോവാൻ വേണ്ടി കാത്തിരിക്കുന്നവരാ. അവരോട് എന്തിനാ നമ്മൾ സംസാരിച്ചിട്ട്? ആരോടി ജീവൻ പോകുന്നത് കാണാൻ കാത്തിരിക്കുന്നത്? ഈ വീട്ടിൽ ഓരോരുത്തരും പറഞ്ഞ് തെറ്റിപ്പിച്ച് സമാധാനം കളഞ്ഞ് അത് കണ്ട് ആസ്വദിക്കുന്ന നീയാണോട് ഈ പറയുന്നേ? ഒരു മംഗളകരം ഈ വീട്ടിൽ നടക്കാൻ പോകുന്ന അറിഞ്ഞപ്പോ മുതൽ തുടങ്ങിയ ചൊറിച്ചിലേ വെക്ക്. അമ്മായി, മക്കള് തമ്മിൽ വഴക്കുണ്ടാവുമ്പോ അത് പറഞ്ഞു തിരുത്തി കൊടുക്കാതെ കണ്ടു നിൽക്കുന്ന ശരിയാണോ? ബാലമാമനോട് അരവിന്ദ് ഏട്ടന് ദേഷ്യം കാണും എന്നുവെച്ച് അറം പറ്റുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. അല്ലാതെ അത് കേട്ട് നിൽക്കല്ല വേണ്ടത്, നല്ല അടി കൊടുക്കുക വേണ്ടത്. എന്റെ അമ്മയെ ഉപദേശിക്കാറായി നീ. ബ്രോ വേണ്ട,
ചാരുവിനോട് വഴക്കുണ്ടാക്കിയ ഞാൻ ചുമ്മാ നോക്കി നിൽക്കില്ല. എന്താടി നീ പറഞ്ഞേ? അമ്മയോട് എന്നെ അടിക്കാനോ? നിനക്ക് തോന്നുന്നുണ്ടോടി തുണിക്കച്ചവടക്കാരി എന്നെ അടിക്കാൻ? തോന്നുന്നെങ്കിൽ അടിക്കടി, അടിക്കാൻ. വലിഞ്ഞേറി വന്ന് ദാ, അയ്യോ